ഒരു ഉത്സവം കഴിഞ്ഞിട്ടുള്ള ഇരിപ്പാണ് ഇത്. ഉത്സവം എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസമായി കഴിഞ്ഞിട്ട്. പക്ഷേ എൻ്റെ എക്സാമും തിരക്കുകളൊക്കെ കാരണം ഇപ്പോഴാണ് വീഡിയോ എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും പറ്റിയത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് പനക്കറ്റോടിയിലെ ഉത്സവമായിരുന്നേ. പള്ളിവേട്ടയ്ക്കായിരുന്നു നമ്മുടെ കരയുടെ ഉത്സവം. പക്ഷേ അന്ന് എനിക്ക് എക്സാം ഉണ്ടായിരുന്നതുകൊണ്ട് പോകാൻ പറ്റിയില്ല. പള്ളിവേട്ടയ്ക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും പിറ്റേന്ന് നമ്മൾ ആറാട്ടിന് പോയായിരുന്നേ. പോകാനായിട്ട് വേറൊരു പ്രത്യേക കാരണങ്ങളുണ്ട്. മറ്റൊന്നുമല്ല, നമ്മുടെ സ്വന്തം ശിവരാജു. കടവൂരും നമ്മുടെ അമ്പലം, പനക്കറ്റോടിയിലും നമ്മുടെ അമ്പലം. അപ്പോൾ തൃക്കടവരപ്പൻ്റെ മാനസപുത്രൻ പനിക്കറ്റോടി വരുമ്പോൾ ഒരു പ്രത്യേക ഇതാണ് നമുക്ക്, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ശിവരാജ് വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പോകാതിരിക്കുക? കഴിഞ്ഞ വർഷം ശിവരാജ് പനിക്കറ്റോടിയിലെ പൂരത്തിന് വന്നിട്ടുണ്ടായിരുന്നേ. ഈ വർഷം അതേ പൂരത്തിൻ്റെ അന്നാണ് ശിവരാജ് പാറമേക്കാവിലമ്മയുടെ തിടമ്പെടുത്തത്. ശിവരാജിനെ കൂടാതെ വേറെ കുറേ ആനകളുണ്ടായിരുന്നു കേട്ടോ പനിക്കറ്റോടിയിലെ ആറാട്ടിന്. ചെറിയ മഴച്ചാറ്റലൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്ക് എല്ലാം ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ. പിന്നെ കുറേ ഫ്ലോട്ടും കുതിരയൊക്കെ ഉണ്ടായിരുന്നേ. കൂട്ടത്തിലൊരു പിടിയാന ഉണ്ടായിരുന്നേ, ചന്ദാനിക്കാട് സുനന്ദ. ആൾ ഭയങ്കര ക്യൂട്ടായിരുന്നു കാണാനായിട്ട്. പക്ഷെ എൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മളവനെ ആറായിട്ട് കാണാനായിട്ടൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് മേളവും ആനയും ഫ്ലോട്ടും ഒക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് അമ്മയുടെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നേ. ആറാട്ട് തിരിച്ചെഴുന്നള്ളിയത് പിറ്റേന്ന് രാവിലെ ആയിരുന്നേ. നമ്മൾ രാവിലെ നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് കണ്ടായിരുന്നു ഇത് തിരിച്ച് അമ്പലത്തിലോട്ട് പോകുന്നത്. അങ്ങനെ ഇതോടുകൂടി ഈ സീസണിലെ നമ്മുടെ ഉത്സവ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ടാറ്റാ.